അനിതയുടെ കരം പൊട്ടിത്തെറിച്ച പോലെ മീരയുടെ കവിളിൽ ആഞ്ഞു പതിച്ചു. ഒരു ചൂടൻ ചുട്ടുവേദന കൊണ്ട് കണ്ണുനീർ പുറത്തേക്ക് വന്ന മീര ഞെട്ടലോടെ പിന്നോട്ടൊന്ന് തെന്നിപ്പോയി. നിനക്കെൻ്റെ മോളുടെ കുഞ്ഞിനെ അല്ലേടി? ആക്രോശത്തോടെ ചോദിച്ചുകൊണ്ട് വീണ്ടും അനിതയുടെ കൈ മീരയുടെ കവിളിൽ പതിച്ചു. അവരുടെ കൈകൾ തീപ്പൊരി പോലെ കത്തിയിരുന്നു. മീര കവിൾ കൊത്തിപ്പിടിച്ചു നിലത്തേക്ക് വീണു. മണിക്കൂറുകൾക്ക് മുന്നേ ശിവ വൈകുന്നേരം തൻ്റെ മുറിയിൽ കിടന്നുറങ്ങുകയാണ് വൈഫ് പറഞ്ഞിട്ട്. രാവിലെ അവൾ സൗവർണികയിൽ പോയിരുന്നു. ആ ഹോസ്പിറ്റലിൽ വൈഫിൻ്റെ വിയർപ്പാണ്. അതങ്ങനെ വിട്ടുകൊടുക്കാൻ ശിവയും തയ്യാറായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു പോയതിൻ്റെ എല്ലാ തിരക്കുകളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു വന്നതും ക്ഷീണിച്ചു അവശയായ അവൾ വീട്ടിലെ കിടക്കയിൽ വീണുറങ്ങി. അപ്പോൾ ചാരി ഇട്ടിരുന്ന ആ റൂമിൻ്റെ വാതിൽ പതുക്കെ തുറന്ന് മീര അകത്ത് വന്നു. കയ്യിൽ ചെറിയ ഇഞ്ചക്ഷൻ കിറ്റ്. ഇപ്പോൾ തന്നെ ഇതാണ് അവസരം. ഇനിയും നിന്നെ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഭാര്യയായി വാഴിക്കില്ലടി. നീയും നിന്റെ കുഞ്ഞും എല്ലാം ഇതോടെ തീരണം. ഉള്ളിലെ പക മുഴുവൻ മുഖത്ത് പ്രതിഫലിച്ചു. കയ്യിലെ സിറിഞ്ച് ശിവയുടെ വയറിനു മേലെ കൊണ്ടുവന്നു. കൈ ഒന്നുയർത്തി അത് ആഞ്ഞു കുത്താൻ തുടങ്ങിയതും അവളുടെ വലം കൈയിൽ പിടി വീണതും ഒരുമിച്ചായിരുന്നു. ഞെട്ടിപ്പോയ മീര തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ചുവന്ന കണ്ണുകളുമായി സംഹാരരൂപിയെപ്പോലെ നിൽക്കുന്ന അനിതയാണ്. എൻ്റെ കുഞ്ഞിനെ തൊടുന്നോടി! ആക്രോശിച്ചു പറയുന്നതിനോടൊപ്പം മീരയുടെ കവിളിൽ ആഞ്ഞടിച്ചു അനിത. ഇതാണല്ലേടി ഒരുമ്പെട്ടോളെ, വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ ആൻറ്റി എന്നും പറഞ്ഞ് ജാനു അമ്മയെ പറ്റിച്ചു നീ ഈ വീട്ടിൽ കയറിയത് അല്ലേടി? നിലത്ത് കിടന്ന മീരയെ വലിച്ചു പൊക്കി അനിത. ദേഷ്യം തീരാതെ അവളെ മാറി മാറി തല്ലിക്കൊണ്ടേയിരുന്നു. മീരയാണെങ്കിൽ ആ അടിയൊക്കെ കൊണ്ട് പുളയുവാണ്. പെട്ടെന്ന് റൂമിൻ്റെ കതവ് പയ്യെ തുറന്നു ശിവ അകത്തേക്ക് വന്നു. എൻ്റെ അനിതമ്മേ, ഒരു മയത്ത് തല്ല്. പുറത്ത് ഇവളുടെ ഒച്ച കേൾക്കാം. ഇവളുടെ കരച്ചിൽ കേട്ട് അമ്മയോ ചിത്തുവോ എങ്ങാനും കയറി വരും. ശിവ അവർക്കടുത്തേക്ക് വന്നു പറഞ്ഞു. മീരയെ നവസിൻ്റെ സ്റ്റോർ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അനിതയ്ക്കും ശിവയ്ക്കും ഇങ്ങനെയൊരു സംഭവം നടന്നതറിയും. ചോര പൊട്ടിയ ചുണ്ടും ചുവന്നു തിണർത്തു കയറിയ മുഖവുമായി മീര ശിവയെ നോക്കി. ചോ, എന്തൊരു പണിയാ അനിതമ്മ കാണിച്ചേ? ദേ, മീരയുടെ മേക്കപ്പ് മുഴുവൻ പോയല്ലോ. മുഖമൊക്കെ ആണ്ടെ ചുളങ്ങിയ സ്റ്റീൽ പാത്രം പോലെയായി. ശിവയുടെ പരിഹാസം കേട്ടത് മീര കോപത്തോടെ മുഖം തിരിച്ചു. എന്നാലും നീ കൊള്ളാലോടി. എൻ്റെ ഡോക്ടറുടെ സ്വഭാവം ശരിക്കും അറിഞ്ഞു വെച്ചിട്ട് തന്നെ നീ എൻ്റെ വീട്ടിൽ കയറി എനിക്കിട്ട് പണിയാൻ വന്നല്ലോ. കൊള്ളാം, പക്ഷേ ടൈമിംഗ് തെറ്റി അല്ലേടി? ശിവ പുച്ഛത്തോടെ ചിരിച്ചു. മതി മോളെ, ഇവളോട് വർത്താനം പറഞ്ഞത് മതി. നീ വൈഫുവിനെ വിളി. അവൻ വരട്ടെ, അവനോടെല്ലാം പറയാം. എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ ഇവളെ എന്ത് ചെയ്യണമെന്ന്. അനിത ശിവയോട് പറഞ്ഞത് കേട്ടതും മീരയുടെ നെഞ്ചിൽ ഇടുത്തി പൊട്ടി. അയ്യോ പ്ലീസ് പ്ലീസ് ശിവാമി, വൈഭവിനെ അറിയിക്കരുത്. അവൻ വന്നാൽ അവൻ എന്നെ. വൈഭവിൻ്റെ പേര് കേട്ടവൾ ശിവയ്ക്ക് മുന്നിൽ തൊഴുകൈയോടെ യാചിക്കാൻ തുടങ്ങി. നാണമില്ലല്ലോടി ഇങ്ങനെ നെറുകെട്ട് യാചിക്കാൻ? ഞങ്ങളുടെ കുഞ്ഞിനു നേരെ നിന്റെ കൈ പൊക്കിയപ്പോൾ നീ ഓർത്തില്ലേ അവളുടെ അച്ഛൻ ആരാണെന്ന്? ആ മനുഷ്യൻ്റെ ചോരയെ കൊല്ലാൻ നീ ശ്രമിച്ചു എന്നറിയാൻ പിന്നെ മീര എന്ന നിന്റെ ചാരം പോലും ഈ ഭൂലോകത്ത് നിന്ന് മായ്ക്കും എൻ്റെ ഉണ്ണിയേട്ടൻ. ശിവ അവസാന വാക്കുകൾ ഉച്ചത്തിൽ മുഴക്കിയപ്പോൾ മീരയുടെ ഉള്ളംകാല് മുതൽ ഉച്ചി വരെ ചൂടൻ വിയർപ്പിൽ നനഞ്ഞു. അവൾ തലകുനിച്ച് വിറയുവാൻ തുടങ്ങി. പക്ഷേ തൽക്കാലം ഞാൻ നിന്റെ കാര്യം എൻ്റെ ഡോക്ടറോട് പറയില്ല. ഒട്ടൊരു നിമിഷത്തിന് ശേഷം കണ്ണിൽ തിളക്കത്തോടെ ശിവ പറഞ്ഞത് മീര ഞെട്ടി അവളെ നോക്കി. മോളെ, നീ എന്തായി പറയുന്നേ? അനിത പെട്ടെന്ന് ഇടയ്ക്ക് കയറിയതും ശിവ അവരെ കണ്ണൊന്ന് ചിമ്മി കാണിച്ചു വീണ്ടും മീരയിലേക്ക് നോക്കി. ഞാൻ എന്താ വേണ്ടേ? മീര വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ചോദിച്ചു. സിമ്പിൾ. ഒളിവിൽ പോയ നിന്റെ ഭർത്താവും അമ്മായിയപ്പനും എവിടെയെന്ന് നീ പറയണം. ശിവ ചോദിച്ചതും മീരയുടെ കണ്ണുകൾ ഞെട്ടലോടെ മിഴിഞ്ഞു. കണ്ണുകൾ വെട്ടി തുറന്ന് അവൾ ശിവയെ നോക്കി. അത് എനിക്കറിയില്ല. അതൊന്നും ഞാൻ തിരക്കുന്നില്ല എന്നാണ് ഡയലോഗൊന്നും എന്നോട് വേണ്ട മീര. നീ നിനക്ക് അറിയാവുന്നത് പറഞ്ഞേ പറ്റൂ. മീര നിന്ന് വിൽക്കാൻ തുടങ്ങിയതും ശിവ രൂക്ഷമായി അവളെ നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമാണ് ശിവാമി. ആനന്ദും അങ്കിളും എവിടെയെന്ന് എനിക്കറിയില്ല. 2 ദിവസമായി അവരിവരും നല്ല ടെൻസ്ഡായിരുന്നു. ആനന്ദ് കുറച്ചേറെ നാളുകളായി എന്നോട് മിണ്ടാറേയില്ല. അതുകൊണ്ട് ഞാനും അവരുടെ കാര്യം നോക്കില്ല. ഹോസ്പിറ്റലിൽ തിരിമറി നടത്തുമ്പോൾ കൂടെ നിൽക്കും. അതിന് എൻ്റെ പങ്ക് എനിക്ക് കിട്ടും. അതാ പണ്ട് തൊട്ടേ അങ്കിളും ഞാനും തമ്മിലുള്ള ഡീൽ. അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യമോ വൈഫിൻ്റെ അമ്മയുടെ കാര്യമോ ഒന്നും എനിക്കറിയില്ല. മീര ഒരു പകപ്പോടെ ഒറ്റയടിക്ക് പറഞ്ഞു നിർത്തിയതും ശിവയുടെ ഉണ്ട കണ്ണുകൾ ഒന്ന് മിന്നി. അതിന് ഡോക്ടറുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചതാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ മീരെ. അതിനു മുന്നേ നീ എന്തിനാ അത് പറഞ്ഞേ? ചുണ്ടിൽ വിരിഞ്ഞ വിജയച്ചിരിയോടെ ശിവ അവളോട് ചോദിച്ചപ്പോഴാണ് താനിപ്പോൾ എന്താ പറഞ്ഞെന്ന് അക്കിടി മീരയ്ക്ക് മനസ്സിലായത്. ശിവയുടെ വാക്കുകൾ ചെറുതായിരുന്നു, പക്ഷേ ഓരോന്നും മീരയുടെ ഹൃദയത്തിലേക്ക് പതിച്ചു. അവസാനം മീരയുടെ കണ്ണുകൾ പേടിയോടെ വെട്ടി തുറന്നു. അത് ഞാൻ ടെൻഷനിൽ പറഞ്ഞതാ. എനിക്കൊന്നും അറിയില്ല. മീര ഭയത്തോടെ മുഖം കുനിച്ചു പറഞ്ഞു. അവളുടെ ശബ്ദം കുഴഞ്ഞുപോയി. ശിവയുടെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ കുടുങ്ങി നിന്നു. ടെൻഷൻ? നിന്റെ ടെൻഷൻ അല്ലേ മോളെ? സത്യം മറയ്ക്കാൻ കള്ളം പറഞ്ഞാൽ അതിൻ്റെ ഗന്ധം പോലും എനിക്ക് മൈലുകൾ അകലത്തിൽ നിന്ന് മണക്കും. അതുകൊണ്ട് വീണ്ടും ചോദിക്കാം, ഉണ്ണിയേട്ടൻ്റെ അമ്മയെ പറ്റി നിനക്കെന്തറിയാം? പറയടി. ഇല്ലേ? ശിവയുടെ ശബ്ദം കൂർത്തു.
പറയാം. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഒരിക്കൽ നരേന്ദ്രൻ അങ്കിളും ആനന്ദും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടതാ. എന്ത്? അത് ആനന്ദ് അച്ഛനോട് ചോദിച്ചു. നരേന്ദ്രൻ അങ്കിളാണോ സൗപർണികയെ കൊന്നേന്ന്. അപ്പോൾ അങ്കിൾ പറയുക, അത് ചെയ്തത് ഞാനല്ല, പക്ഷേ അത് ചെയ്ത ആള് മാണിക്യമംഗലത്ത് വീട്ടിൽ തന്നെയുള്ള ഒരാളാണെന്ന്. വിറയ്ക്കുന്ന ശബ്ദത്തിൽ മീരയുടെ വാക്കുകൾ പൂർത്തിയാക്കുമ്പോൾ മുറിയിൽ ഒരു നിമിഷം മരണനിശബ്ദത പൊങ്ങി. നടുങ്ങി നിൽക്കുമായിരുന്നു ശിവ. നീ പറഞ്ഞത് ശരിയാണോ? അതോ വെറുതെ പറയുന്നതാണോ? ആണെങ്കിൽ മീരെ, നിന്നെ ഇവിടെ വെച്ച് തീർക്കും ഞാൻ. ദേഷ്യത്തിൽ ശിവ മീരയുടെ കൈത്തണ്ട പിടിച്ചു മുറുക്കി ചോദിച്ചു. മീരയുടെ ശരീരം മുഴുവൻ വിറപ്പോടെ മൂടി. ഞാൻ പറയുന്നേ, ഞാൻ കേട്ടതാ അത്. പക്ഷെ ആരാന്ന് എനിക്കറിയില്ല ശിവാമി. അതുപോലെ ആനന്ദങ്ങളും എവിടെയാണെന്നും എനിക്കറിഞ്ഞുകൂടാ. മീര വീണ്ടും പറഞ്ഞതും ശിവ അടുത്ത് നിൽക്കുന്ന അനിതയെ നോക്കി. അവരുടെ മുഖത്ത് ഇപ്പൊ കേട്ട വാക്കുകൾക്ക് അമ്പരപ്പാണ്. ഇരു കൈകളും കെട്ടി കൂളായി തന്റെ ബ്ലാക്ക് വോൾവോ XC60യിൽ ചാരി നിൽക്കുകയാണ് വൈഭവ്. അവന്റെ പച്ച പൂച്ച കണ്ണുകൾ മുന്നിൽ നിൽക്കുന്നവനിലാണ്. മുഖത്ത് കറുത്ത മാസ്കും കറുത്ത ജാക്കറ്റും അണിഞ്ഞ് കയ്യിൽ കറുത്ത ഗ്ലൗസുമൊക്കെയായി നിൽക്കുന്ന ആ അക്രമിയിൽ. നന്നായി കിതയ്ക്കുന്നല്ലോടാ. അത് മതിയാക്കി. ഇനി നീ ഒന്ന് ശ്വാസം വിട്. ചുണ്ടിൽ തെളിഞ്ഞ കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ വൈഭവ് മുന്നിൽ നിൽക്കുന്നവനോട് പറഞ്ഞത്. അവൻ വെപ്രാളത്തോടെ തന്റെ മുഖത്തെ കറുത്ത മാസ്ക് ഊരി മാറ്റി. വിയർപ്പിൽ മുഴുകിയ മുഖത്തോടെ നിൽക്കുന്നു ആദി. ദേ കുഞ്ഞേട്ടാ, ഇങ്ങനെ ചിരിക്കല്ലേ. മനുഷ്യന്റെ ഉള്ളം കാൽ തൊട്ട് കയറി വന്ന വിറയൽ ഇതുവരെ മാറിയില്ല. അപ്പോഴാ ദേ എന്റെ കൈ നോക്കിയേ, ഇപ്പോഴും തുള്ളിച്ചാടുക. കലിതുള്ളി വൈഭവിന്റെ അടുത്തേക്ക് വന്ന ആദി അവന്റെ വിറയ്ക്കുന്ന കരങ്ങൾ ഏട്ടന് നേരെ നീട്ടി ദേഷ്യത്തിൽ പറഞ്ഞു. ചെക്കൻ ആരെ ചുമന്ന് വിറച്ചു തുള്ളിയിരിക്കുവാണ്. കൂട്ടത്തിൽ നിന്ന് വെട്ടി വിയർക്കുന്നുണ്ട്. വൈഭവ് അത് കണ്ടൊന്ന് തലകുടഞ്ഞ് ചിരിച്ചുപോയി. ചിരിച്ചോ. നിങ്ങൾക്കിത് വലിയ പുത്തരിയൊന്നുമല്ലെന്നറിയാം. ഞാനേ പ്രായപൂർത്തി പോലും ആവാത്ത കന്യകനാ. എന്നോട് പോയി ഇത്രയും വലിയൊരു പാതകം ചെയ്യാൻ പറഞ്ഞില്ലേ? എന്റെ കൃഷ്ണ, സ്വന്തം മുത്തശ്ശനെയാ ഞാൻ കൊല്ലാൻ നോക്കിയേ. കൊല്ലാൻ നോക്കിയില്ലല്ലോ. കൊല്ലാൻ നോക്കും പോലെ അഭിനയിച്ചതല്ലേടാ നീ. ടെൻഷൻ അടിച്ചു നിന്ന് തുള്ളിക്കൊണ്ട് വീണ്ടും ആദി പറഞ്ഞതിന് കൗണ്ടറായി കൂളായി വൈഭവ് മറുപടി പറഞ്ഞതും ആദി അവനെ കൂർപ്പിച്ചെന്ന് നോക്കി. നീ അവനെ കൂർപ്പിച്ചെന്ന് നോക്കേണ്ടടാ ആദി. ആ അഗ്നിപർവ്വതം ഒരടി അനങ്ങുന്നില്ല. ഇത്രയും വലിയൊരു പണി ഒപ്പിച്ചിട്ട് നമ്മളൊക്കെ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കുവോ? നിന്നെ ആരെങ്കിലും കാണുവോ? നീ പിടിക്കപ്പെടുവോ എന്നൊക്കെ ആലോചിച്ച് എനിക്കിവിടെ ഭ്രാന്തെടുത്തു തുടങ്ങി. അപ്പോഴും അവനൊരു കുലുക്കവുമില്ലാതെ ഭാര്യയെ ഫോണിൽ വിളിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. ടെൻഷൻ അടിച്ച് ഫോണും പിടിച്ചുകൊണ്ട് അവർക്കടുത്ത് നിന്ന സിദ്ധുവും അത് പറഞ്ഞുകൊണ്ട് ചെന്നു. എന്റെ അളിയാ. അല്ല സിദ്ധുവേട്ടാ, കുഞ്ഞേട്ടൻ ഐഡിയ പറഞ്ഞപ്പോൾ ഒരാവേശത്തിന് കയറിയേറ്റതാ. എനിക്കിപ്പോ പറ്റുന്നില്ല ഏട്ടാ. മഹേശൻ എന്നെ പിടിച്ചില്ല എന്ന് പറഞ്ഞ ഓടിച്ചേ. എന്നെ എങ്ങാനും മനസ്സിലായിട്ടുണ്ടാവുമോ? എന്നാ ഞാനിപ്പോൾ ടെൻഷൻ കയറി ഡെത്താവും. എന്നെ ഒന്ന് രക്ഷിക്കളിയാ. സോറി ഏട്ടാ. ആദി സിദ്ധുവിന്റെ കോളറിൽ പിടിച്ചു കുലുക്കി കരഞ്ഞു പറഞ്ഞതും സിദ്ധു അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് വൈഭവിനെ നോക്കി. എവിടെ? അവിടെ എപ്പോഴും ചെക്കൻ ചിരിയോടെ കൂളായി നിൽപ്പാണ്. പെട്ടെന്ന് സിദ്ധുവിന്റെ ഫോൺ റിങ് ചെയ്തു. അതിൽ മഹി അങ്കിൾ എന്ന് കണ്ടതും അയ്യോ മഹി അങ്കിൾ, സിദ്ധു ഞെട്ടലോടെ പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി. അത് കേട്ടതും മിഴിഞ്ഞുപോയ ആദിയുടെ കണ്ണുകൾ മേലേക്ക് പോയി. അവൻ കണ്ണും തുറന്ന് മലർന്ന് പുറകിലേക്ക് പോകാൻ തുടങ്ങവേ, അയ്യോ മോനെ, ചതിക്കല്ലേടാ. നീ ഒറ്റയ്ക്ക് ബോധം കെട്ടാൽ എനിക്കാരാടാ ഉള്ളേ. നീ ധൈര്യമായി ഇരി. പെട്ടെന്ന് ആദിയെ താങ്ങി പിടിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ സിദ്ധു ആ ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. ഹലോ. ഒച്ച പിടിച്ചു വെച്ച പോലെ സിദ്ധുവിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. അത് കേട്ട് വൈഭവ് ചിരിച്ചുപോയി. എന്താടാ സിദ്ധു, നിന്റെ ഒച്ചയ്ക്കൊരു ഇടർച്ച? ഇടർച്ചയോ? എന്ത്? ഒന്നുമില്ല മഹി അങ്കിളെ. ശബ്ദം നേരെയാക്കി പറയുന്നതിനോടൊപ്പം കയ്യിൽ പിടിച്ചിരിക്കുന്ന ആദിയെയും പിന്നിൽ നിൽക്കുന്ന വൈഭവിനെയും ഒന്ന് ചുഴിഞ്ഞു നോക്കി സിദ്ധു. എന്താ അങ്കിൾ വിളിച്ചത്? ഞാൻ വിളിച്ചതിന് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനാ. നിനക്ക് ഞാനൊരു IP നമ്പർ തരാം. നരേന്ദ്രൻ്റെയാ. അവനെ ഞാനിപ്പോൾ ഒന്ന് ഇന്റർനെറ്റ് കോൾ ചെയ്തതാ. അവൻ രാമേശ്വരത്തോ മറ്റോ ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എനിക്കറിയില്ല. പക്ഷേ IP അഡ്രസ് തന്നാൽ നിനക്കവനെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. മഹേന്ദ്രൻ ചോദിച്ചത് കേട്ട് സിദ്ധുവിന്റെ കണ്ണും തള്ളി. അവൻ പിന്തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. അപ്പോൾ തിളങ്ങുന്ന കണ്ണുകളുമായി ഒരു വിജയച്ചിരിയോടെ നിൽക്കുന്ന വൈഭവിനെ കണ്ടു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന പോലെ വൈഭവ് ഒറ്റ പിരിയം പൊക്കി സിദ്ധുവിനെ നോക്കിയതും സിദ്ധുവിന്റെ ചുണ്ടിലും ചിരി വിരിഞ്ഞു. അതെ അങ്കിൾ, IP അഡ്രസ് വെച്ച് GPS ടാഗ് ചെയ്യാം. നമുക്ക് അയാളെ കണ്ടുപിടിക്കാം. അത് ഞാൻ ഏറ്റു. പക്ഷേ എന്തിനാ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നേ? നരേന്ദ്രൻ എവിടാന്നും എപ്പോൾ എത്തുമെന്നും ഒക്കെ മഹി അങ്കിളിനെ നേരിട്ട് അയാളോട് ചോദിച്ചാൽ പോരെ? കാര്യം അറിയാമെങ്കിലും മഹേന്ദ്രന്റെ മറുപടി അറിയാനായി സിദ്ധു ചോദിച്ചു. ആവശ്യമുണ്ടോ സിദ്ധു? അത് ഞാൻ നേരിട്ട് പറയാം. പിന്നെ ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞതൊന്നും വൈഭവ് അറിയണ്ട കേട്ടോ. അത് ഞാൻ ഏറ്റു അങ്കിളെ. ചിരിയോടെ ഉറപ്പ് കൊടുത്ത് ഫോൺ വെച്ച് സിദ്ധു വൈഭവിന് നേർക്ക് ചെന്നു. എടാ ബുദ്ധിരാക്ഷസ, അപ്പോൾ ഇതിനായിരുന്നു നീ കളിയൊക്കെ കളിച്ചതല്ലേടാ? കളിയോ? എന്ത് കളി? നിങ്ങൾ എന്തുവാ സിദ്ധുവേട്ടാ ഈ പറയുന്നേ? കുഞ്ഞേട്ടൻ എന്ത് കളി കളിച്ചിട്ടാ?
ചെറിയച്ഛൻ എങ്ങനെയൊക്കെ പറഞ്ഞേ? ആ നരേന്ദ്രൻ എന്താ ഇതിൽ റോൾ? ഓ, ആരേലും ഒന്ന് പറ. ചിരിയോടെ പരസ്പരം നോക്കി നിൽക്കുന്ന വൈഭവിനും സിദ്ധുവിനും നടുവിലേക്ക് കയറി വന്ന ആദി തല ചൊറിഞ്ഞുകൊണ്ട് ടെൻഷനോടെ ചോദിച്ചു. ഇരുവരുടെയും മുഖത്തെ ഭാവങ്ങളും മഹിയുടെ ഫോൺ കോളും ഒക്കെ കണ്ട് ചെക്കന് ആകെ ഭ്രാന്ത് പിടിച്ചിരുന്നു. ഡാ വിച്ചു, ഇവന്റെ കിളി പോയി നിൽക്കുക. ഇവനോട് നീ തന്നെ പറഞ്ഞതല്ല. സിദ്ധു പറഞ്ഞതും വൈഭവിന് നേരെ നടന്ന് ആദിക്കരികെ ചെന്നു മുഖത്തു നിന്നും ഷെഡെടുത്ത് മാറ്റി. അവന്റെ തോളിൽ കൂടി കൈയിട്ട് ചേർത്ത് വിളിച്ചു. ഡാ, നിന്നെ ഞാൻ ഇന്ന് മുത്തശ്ശനെ കൊല്ലാൻ ശ്രമിച്ച ക്രിമിനലാക്കി മാണിക്യമംഗലത്ത് കയറ്റിയത് തന്നെ എന്തിനാണെന്ന് അറിയുവോ? ഇല്ല. വൈഭവന്റെ ചോദ്യത്തിന് ചുമൽകൂച്ചി മറുപടി പറഞ്ഞു ആദി. നിന്റെ ചെറിയച്ഛൻ്റെ ഉള്ളിൽ ഒരാളെപ്പറ്റി ഒരു സംശയമുണ്ടാക്കാൻ പുറത്ത് ഒരാൾ പോലും കയറാൻ ധൈര്യപ്പെടാത്ത മാണിക്യമംഗലത്ത് കയറിപ്പറ്റുന്ന സാക്ഷാൽ ശേഖരവർമ്മയുടെ ചിട്ടകളൊക്കെ അറിയാവുന്ന ഒരക്രമി. ആ ഒരാൾ ശേഖരവർമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു. ദൗത്യം പരാജയപ്പെട്ടു. അവൻ രക്ഷപ്പെടുന്നു. അതും ആ വീട്ടിലുള്ളവർക്കും ഏറ്റവും അടുത്ത ആളുകൾക്കും അറിയാവുന്ന പിറകിലത്തെ പഴയ വഴിയിലൂടെ. കൂടെ നിനക്ക് രക്ഷപ്പെടാൻ അവിടെ ഇട്ടിരുന്ന 65 മോഡൽ മസ്റ്റാർ കാറും കൂടെ കണ്ടതോടെ നിന്റെ ചെറിയച്ഛന് സംശയം കൂടും. അങ്ങനെ അത് നരേന്ദ്രന്റെ നേർക്ക് വിരൽ ചൂണ്ടും. അത് കേട്ടതും ആദിയുടെ കണ്ണ് അല്പം വലുതായി. വൈഭവ് ചിരിയോടെ തുടർന്നു. കാരണം ആ മോഡൽ കാറും നമ്പർ പ്ലേറ്റും ആനന്ദിനുണ്ട്. അവന്റെ രാത്രി യാത്രകൾക്കും നരേന്ദ്രന്റെ ഇല്ലീഗൽ കച്ചവടങ്ങൾക്കും മാത്രമേ ആ കാർ പുറത്തെടുക്കൂ. സോ മുത്തശ്ശന് നേരെ ഉള്ള അറ്റാക്കിന് പിന്നിൽ ആനന്ദോ നരേന്ദ്രനോ ആകുമെന്ന് മഹേന്ദ്രൻ ഉറപ്പിക്കുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തായിരുന്ന അയാളെ മിസ്റ്റർ മഹേന്ദ്രവർമ്മ കോണ്ടാക്ട് ചെയ്യും. അതോടെ നരേന്ദ്രന്റെ ഹൈഡ് ഔട്ട് നമുക്ക് കിട്ടും. അതാ ഇപ്പൊ നടന്നത്. മനസ്സിലായോടാ? വൈഭവ് ചോദിച്ചതും കിളി പോയ പോലെ കണ്ണും തള്ളി തല വിലങ്ങനെയാട്ടി ആദി. മനസ്സിലായില്ലേ? നീ ഇത്രയും അറിഞ്ഞാൽ മതി. പോയി ഈ ഫാൻസി ഡ്രസ്സ് അഴിച്ചു വെക്കടാ. കിളി പോയ പോലെ നിൽക്കുന്ന ചെക്കനെ പിടിച്ച് കാറിനുള്ളിലേക്ക് തള്ളി വൈഭവ്. ഡാ സിദ്ധു, നീ ഇവനെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് വീട്ടിൽ വിട്ടാൽ മതി. ആനന്ദിനെ പൊക്കാൻ നമുക്ക് വൈകിട്ട് പോകാം. സിദ്ധുവിനോടായി പറഞ്ഞ് വൈഭവ് തന്റെ കാറിലേക്ക് കയറി. എന്റെ സിദ്ധു അളിയാ, ഞാനിപ്പോ എന്താ കാണുന്നേ? ഒരു ആറ്റം ബോംബ് ഇട്ടിട്ട് കൂളായി പോകുന്ന ആ മുതലിനെ കണ്ടോ? മാണിക്യമംഗലത്തെ കാരണവന്മാരൊക്കെ മാറി നിൽക്കും ഈ മുതലിന്റെ മുമ്പിൽ. ഓ, എനിക്ക് തന്നെ ലവ് അടിക്കുന്നു. കയ്യിലിട്ട് കറക്കിക്കൊണ്ടിരുന്ന തന്റെ കാർട്ടിയറിന്റെ ഷെയ്ഡ് വീണ്ടും മുഖത്തേക്ക് വെച്ചു. ബ്ലാക്ക് വോൾവോ സ്പീഡിൽ കത്തിച്ചു വിട്ടു പോകുന്ന വൈഭവിനെ നോക്കി വായും തുറന്നു നിന്ന് ആദി പറഞ്ഞതും സിദ്ധു ചിരിച്ചുപോയി. അല്ല, അതൊക്കെ പോട്ടെ. ഡാ കാല, നീ എന്താടാ വിച്ചുവിന്റെ മുമ്പിൽ വെച്ച് എന്നെ വിളിച്ചേ സിദ്ധു അളിയാന്നോ? വൈഭവ് അങ്ങ് പോയതും പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ ആദിയുടെ കോളറിൽ പിടിച്ചുപൊക്കി സിദ്ധു അവന് നേരെ ചെന്നു. ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചായിരുന്നോ? എപ്പോ? സിദ്ധുവേട്ടന് തോന്നിയതാവും. ആദി നിന്ന് തപ്പി കളിച്ചു. ഡാ പൊടിക്കുപ്പി, കൂടുതൽ കിടന്ന് ഉരുളല്ലേ. ഇതിപ്പോ പലതവണയായി വൈഭവിന്റെ മുന്നിൽ വെച്ച് നീ എന്നെ അങ്ങനെ വിളിക്കുന്നു. എന്തുവാടാ നിന്റെ ഉദ്ദേശം? സിദ്ധു ദേഷ്യത്തോടെ ചെക്കനെ കാറിന്റെ സൈഡിലേക്ക് അമർത്തി പിടിച്ചു. അയ്യോ സോറി അളിയ. അല്ല സിദ്ധുവേട്ടാ, പിടിവിട് സോറി. പേടിച്ച് പണ്ടാരം അടങ്ങി നിന്നപ്പോൾ അറിയാതെ വായിന്ന് വീണതാവും. സോറി. എന്തായാലും കുഞ്ഞേട്ടൻ അത് കേട്ടിട്ടില്ലല്ലോ. കേൾക്കാതിരിക്കാൻ നിന്റെ കുഞ്ഞേട്ടൻ പൊട്ടനൊന്നുമല്ല. എന്നാ പുള്ളി അത് കാര്യമാക്കാതെ ഇരുന്നതാവും. അപ്പുവിന്റെയും സിദ്ധുവേട്ടന്റെയും കാര്യത്തിൽ അങ്ങനെ വല്ലതും തോന്നിയാ പിന്നെ ഏട്ടൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴേ സിദ്ധുവേട്ടനെ പടമാക്കില്ലേ. ഡാ, അല്ല, ഞാനൊരു ആത്മകഥം പറഞ്ഞതേ ഉള്ളൂ. ചിൽ സിദ്ധുവേട്ടാ. ഒരു ഇളിയോടെ ആദ്യ പറഞ്ഞതും അവനെ ഒന്നിരുത്തി നോക്കി സിദ്ധു അവന്റെ മേലേന്ന് കൈയെടുത്തു. വാ, നിന്നെ കുളിപ്പിച്ചിട്ട് വിട്ടിട്ട് വേണം എനിക്ക് വേറെ പണി നോക്കാൻ. കേറടാ. പറഞ്ഞുകൊണ്ട് ചെക്കന്റെ കോളറിൽ പിടിച്ചു കാർ തുറന്നു അവനെ പിൻസീറ്റിലേക്ക് തള്ളി സിദ്ധു. ഓ, ഒന്ന് പതിയെ എടു സിദ്ധാ. ഇതൊരുമാതിരി അരിച്ചാക്കൊക്കെ എറിയും പോലെ. ബാക്ക് സീറ്റിലേക്ക് മൂക്കും പൊത്തി വീണവും പറഞ്ഞതും സിദ്ധു ഒന്ന് ചിരിച്ചു. ലതിക ഇവിടെ ഇല്ലല്ലോ. അല്ല, അപ്പുറത്തെ അമ്പലത്തിലെ പൂജാരിയാ ഞങ്ങളോട് പറഞ്ഞത് അവരിവിടെയാണ് താമസിക്കുന്നതെന്ന്. തന്റെ അടുത്ത് നിൽക്കുന്ന ചൈത്രയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ശിവ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയോട് ചോദിച്ചു. മാധവന്റെ ഭാര്യയായിരുന്ന ലതികയെ അന്വേഷിച്ചിറങ്ങിയതാണ് ശിവയും ചിത്തുവും. അമ്മയെപ്പറ്റിയുള്ള കാര്യങ്ങൾ അനി ചിത്തുവിനോട് പറഞ്ഞത് അവൾ ശിവയുമായി സംസാരിച്ചിരുന്നു. ലതികയെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ നേരത്തെ തന്നെ ആലോചിച്ചു ശിവ. ചൈത്ര പറഞ്ഞ കാര്യങ്ങൾ കൂടി കേട്ടതും അവരെ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു. ലതികയെപ്പറ്റി കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് അവരെ കണ്ട അമ്പലത്തിൽ തന്നെ പോയി. അവിടെ ചെന്ന് പൂജാരിയോട് തിരക്കിയപ്പോഴാണ് അവർ ആരുമില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു അഗതി മന്ദിരത്തിലാണ് കഴിയുന്നതെന്ന് അറിഞ്ഞത്. പൂജാരി പറഞ്ഞത് ശരിയാണ്. ലതിക ഇവിടുത്തെ അന്തേവാസിയാണ്. പക്ഷേ അവർ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. ആളെപ്പോഴും പല അമ്പലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും പ്രാർത്ഥനയിലും ഭജനയുമൊക്കെയായി പോവാറുണ്ട്. അങ്ങനെ പോയിരിക്കുക. എവിടെയാ പോയിരിക്കുന്നതെന്ന് പറയാമോ? ആളെ കണ്ടിട്ടൊരു അത്യാവശ്യമുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ മറുപടി കേട്ട ശിവ പെട്ടെന്ന് കയറി ചോദിച്ചു. മോളുടെ തിടുക്കം എനിക്ക് മനസ്സിലായി. പക്ഷേ കുട്ടികളെ, ഞാൻ പറഞ്ഞല്ലോ, ആരോരുമില്ലാത്ത അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഉപേക്ഷിച്ച ഒരുപാട് പേരുണ്ട് ഇവിടെ.
അവരെല്ലാം മനസ്സിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ദൈവങ്ങളെ തേടി നടക്കുന്നത്. ലതികയും അങ്ങനെ ഒരാളാണ്. ഒരുപാട് വേദനിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. അതുകൊണ്ട് അമ്പല ദർശനങ്ങൾ കഴിഞ്ഞ് അവർ ഇപ്പോൾ മടങ്ങി വരുമെന്ന് എനിക്ക് പറയാനാവില്ല മക്കളെ. വളരെ താഴ്മ നിറഞ്ഞ സ്വരത്തിൽ അവർ പറഞ്ഞത് കേട്ട ശിവയുടെ മുഖം മങ്ങി. അവൾ അടുത്തു നിൽക്കുന്ന ചിത്തുവിനെ നോക്കിയതും സാരമില്ല എന്നവൾ കണ്ണുകൊണ്ട് ശിവയെ കാണിച്ചു. ശരി, ഞങ്ങളെന്നാ പോയിട്ട് പിന്നീട് വരാം. അല്ല, ലതിക തിരികെ എത്തിയാൽ ആര് വന്നുവെന്നാ ഞാൻ പറയണ്ടേ? തിരിഞ്ഞു പോകുന്ന ശിവയോടും ചിത്തുവിനോടുമായി ആ സ്ത്രീ ചോദിച്ചതും ശിവ ഒന്ന് നിന്നു. ലതിക അമ്മയുടെ മാണിക്യമംഗലത്തെ മരുമക്കൾ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. തിരിഞ്ഞു നിന്ന് പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞു. ശിവ ചിത്തുവിന്റെ കൈയും പിടിച്ച് അവിടെ നിന്നിറങ്ങി. അവൾ പറഞ്ഞത് കേട്ട് ആ സ്ത്രീയുടെ ചുണ്ടൊന്നു വിടർന്നു. ഷേ, ഇന്ന് കാണുമെന്നാ ഓർത്തെ. ആ അമ്മയോട് ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നേൽ ഉള്ളിൽ ഈ തീ കുറച്ചെങ്കിലും ഒന്ന് ഇറക്കി വെക്കാമായിരുന്നു. സാരമില്ല എൻ്റെ ചിത്തുപെണ്ണെ, വേവോളം കാത്തില്ലേ, ഇനി ആറോളം ഒന്ന് ക്ഷമിനി. പുറത്തേക്ക് നടക്കും വഴി നിരാശയിൽ ചിത്തു പറഞ്ഞതും അവളുടെ തോളിൽ കൂടെ കൈയിട്ട് ചിരിയോടെ ശിവ പറഞ്ഞു. അപ്പോൾ ചിത്തുവും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ഒരു കാർ വന്നു നിർത്തിയത്. ആ കാർ ആരുടെയാണെന്ന് മനസ്സിലായ ശിവയുടെ ഉണ്ട കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞു. ഡോക്ടർ